പ്രസവിച്ചെന്ന് പറഞ്ഞ് ഞാനവിടെ ചോദിച്ചു നോക്കുമ്പോൾ സാധാരണ ഒരു കുട്ടി, ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു കുട്ടിയാവുമെന്ന് വിചാരിച്ചില്ല. സാധാരണ നമുക്ക് അങ്ങനെ ഫീലിങ്സോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കില്ല. അങ്ങനെ ബേജാറൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കയറി കഴിഞ്ഞപ്പോൾ സാധാരണ ഒരു കുട്ടി ഇങ്ങനെ മരിച്ചെടുക്കണം. അപ്പം ഞാൻ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഉമ്മ വിളിക്കുന്നുണ്ട്, എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഉമ്മനോടൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഉമ്മ വിളിച്ച് എന്തായി, ഇത് കഴിഞ്ഞ് കുട്ടീനെ കണ്ട് ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഉമ്മ വിളിക്കുന്നത്. ഹലോ ചങ്ങായിമാരെ, ടി ഫാമിലിയെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പരിചയപ്പെടുത്തേണ്ട എന്ന് കരുതുന്നു. ആ വ്യക്തിയുടെ ഫാമിലിയിൽ ഒരു കുട്ടി ജനിക്കുകയും ജനിച്ചുടനെ തന്നെ കുട്ടി മരണപ്പെടുകയും അനുബന്ധിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്തതിനനുബന്ധിച്ച് ഒരുപാട് ഫ്രണ്ട്സ് എന്നോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരു ഫാമിലി ഒരു കുട്ടി ജനിക്കുന്നു, ആ കുട്ടി മരണപ്പെടുന്നു, ആ വിഷയത്തെ നീ എന്തുകൊണ്ട് വിമർശിച്ചു, അവരുടെ ഫീലിങ്സും കൂടി നമ്മൾ ഉൾക്കൊള്ളണ്ടേ, നമ്മൾ ഇങ്ങനെ വിമർശിച്ച് വീഡിയോ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് എൻ്റെതായ ഒരു അഭിപ്രായം ഞാൻ അവരോട് പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വിമർശനം അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന്. കാരണം എന്ന് വെച്ചാൽ അത്രയും ഇമോഷണൽ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്തെ ഇത്രയും കാഷ്വൽ ആയിട്ട് അറ്റൻഡ് ചെയ്ത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഇത്രയും ഫീലിങ്സ് ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഈ പയ്യൻ സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രത്തോളം വിഷമത്തോടെ ഈ പയ്യൻ ഈ വീഡിയോ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അത്രയും സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ ഭാര്യ കിടക്കുന്നു, കുട്ടി തിരിച്ചു വരില്ല എന്നത് 100% ഈ പയ്യൻ ഉറപ്പാക്കിയ നിമിഷത്തിൽ ആ പയ്യൻ വന്ന് വീഡിയോ ചെയ്യാണ്. അപ്പൊ ആ ഇമോഷണൽ ഫീലിങ്സ് അത്രത്തോളം ആ പയ്യനുള്ളൂ എന്നത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തതും അതിനെയാണ് ഞാൻ വിമർശിച്ചത്. കാരണം എനിക്കും ഈ പറയുന്നത് ഞാൻ ഇമോഷണലായിട്ട് വളരെ വീക്കായിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ എൻ്റെതായ ചില അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എൻ്റെതായ ചില ചിന്താഗതികളിൽ ഞാൻ പലരേക്കാളും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ 10 പേര് ഒരുപോലെ ചിന്തിക്കുന്ന ഒരു വിഷയത്തിൽ ചിലപ്പോൾ എനിക്ക് എൻ്റെതായ മറ്റൊരു ചിന്താഗതി ആയിരിക്കുള്ളൂ. അതേപോലെ തന്നെ എൻ്റെ ഫീലിങ്സ് നോക്കിയാൽ തന്നെ ചിലപ്പോൾ എല്ലാവരും സില്ലിയായിട്ട് കാണുന്ന ചില സിനിമകളെ പോലും ഞാൻ വളരെ ഇമോഷണലായിട്ട് കാണാറുണ്ട്. വളരെ ഇമോഷണലായ സിറ്റുവേഷനിൽ ഞാൻ വളരെ കൂളായിട്ട് കാണാറുണ്ട്. അത് എൻ്റെ ഒരു ചിന്താഗതിയിലാണ്, എൻ്റെ ഒരു വ്യക്തിപരമായ എൻ്റെ ഒരു ചിന്താഗതിയാണ്. പലരും എന്നെ അതിൽ പല രീതിയിൽ കളിയാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മനസ്സ് കല്ലാണ്, ഞാൻ മരമാണ്, മനുഷ്യനല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. എന്നാൽ പോലും ഞാൻ പലരോടും പറയാറുണ്ട് ഞാൻ അവരെക്കാൾ ഇമോഷണലി വളരെ വീക്കായ ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് പല സന്ദർഭങ്ങളും എൻ്റെതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് കഴിയാറുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് പറയാനല്ല വന്നിരിക്കുന്നത്. ഈ ടി ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ആ വ്യക്തിയുടെ ഒരു വീഡിയോ ഞാൻ കാണാനായിട്ടുണ്ടായി. ആ വിഷയത്തിൽ ആ വ്യക്തി ആ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് തോന്നി റൈറ്റ് ടൈമാണ് ഇപ്പോൾ ആ വ്യക്തി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. കാരണം മുൻപ് ഞാൻ എന്തുകൊണ്ടാണ് ആ വ്യക്തിയെ വിമർശിച്ചത്, ഒരു റൈറ്റ് സമയമല്ലായിരുന്നു ആ വ്യക്തി അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാരണം അത്രത്തോളം ഇമോഷണലായിട്ട് ബ്രോക്കായി നിൽക്കുന്ന ഒരു സമയത്ത് അത്രയും സിറ്റുവേഷൻ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലും ഈ പറയുന്ന പോലെ ഒരു വീഡിയോ വന്ന് ചെയ്തതിനെയാണ് ഞാൻ വിമർശിച്ചത്. എന്നാൽ ഇന്ന് ആ പയ്യൻ ചെയ്തിരിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അത് റൈറ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇപ്പോൾ ഈ മരണപ്പെട്ട ഒരു കുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കുട്ടിയുടെ ആവശ്യകത എന്താണ് എന്ന് ഈ പയ്യൻ മുൻപ് ഒരു വീഡിയോ പറയേണ്ടായിരുന്നു. കാരണം ഈ വൈഫ് പ്രഗ്നന്റ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒരു വീഡിയോ ഇട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അറിയാലോ ഫാമിലി വ്ളോഗേഴ്സിന് പ്രഗ്നൻസി വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണ്ടന്റ് ആണ്. അപ്പോൾ ആ ഒരു കണ്ടന്റ് ചെയ്തപ്പോൾ തന്നെ ഈ പയ്യൻ പറയേണ്ട ഈ കുട്ടിയുടെ ആവശ്യകത എന്താണ്, അതിനെ ഞാൻ വിമർശിച്ചാണ് വീഡിയോ ചെയ്തത്. അതും ഞാൻ പറയുന്നത് എന്താണ്, എൻ്റെതായ ഒരു ചിന്താഗതിയിൽ അല്ലെങ്കിൽ എൻ്റെതായ ഒരു അഭിപ്രായത്തിൽ എനിക്കത് തെറ്റായിട്ട് തോന്നി ഞാനത് വിമർശിക്കുകയാണ് ചെയ്തത്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം ഏത് കുട്ടിയാണ് വിമർശിച്ചത് അല്ലെങ്കിൽ ഏതൊരു വിഷയത്തെയാണ് ഈ വിമർശിച്ചത് ആ കുട്ടിയൊന്നും നിലവിലില്ല. ആ കുട്ടി ഇനി അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ആ കുട്ടിയുടെ തെറ്റുകൾ പുറത്ത് കിട്ടട്ടെ, സ്വർഗം കിട്ടട്ടെ എന്നൊന്നും പറയാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഈ ലോകം തന്നെ കണ്ടിട്ടില്ല, ഭൂമിയിലേക്ക് ജനിച്ചു എന്ന് മാത്രം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം തന്നെ സത്യം പറഞ്ഞാലില്ല. കാരണം എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഇതും കൂടി ആ കുട്ടിക്ക് ഉണ്ടാകും. ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുട്ടി, ആ കുട്ടിയുടെ ഈ ഒരു എന്താ പറയുന്നത്, സത്യം പറഞ്ഞാൽ അതിൻ്റെയും കൂടി ഒരു പുണ്യം ആ കുടുംബത്തിനെ കിട്ടട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ അനുഗ്രഹം എൻ്റെ പ്രാർത്ഥന ഉൾക്കൊണ്ട് തന്നെ ഈ വിഷയം ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല ചില വിഷയങ്ങൾ എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല സത്യത്തിൽ. പക്ഷേ ഈ വിഷയം കണ്ടപ്പോൾ ഞാൻ ആദ്യം വിമർശിച്ചതാണ്. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വിമർശിക്കാൻ വേണ്ടിയല്ല, ഈ പയ്യൻ പറഞ്ഞതിൽ നിന്നും ഞാൻ ഉൾക്കൊണ്ട മറ്റു ചില വിഷയങ്ങളും കൂടിയുണ്ട് ഈ വിഷയത്തിൽ. അതും കൂടി എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇനി ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്താൻ നോക്ക്. അത് തന്നെ ഈ പയ്യനെ ഈ ചെയ്തൊരു വീഡിയോ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഒരു കറക്റ്റ് ടൈമിലാണ് ഈ പയ്യൻ ഈ ഒരു വീഡിയോ ചെയ്തെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് ഈ വീഡിയോയിൽ ഈ പയ്യൻ പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അസ്സലാമു അലൈക്കും. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ കാര്യങ്ങളൊക്കെ, കുറേ ആൾക്കാരൊക്കെ അറിഞ്ഞിരിക്കുന്ന വിചാരിക്കുന്നത്. ഞാൻ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴൊന്നും ഒരു വീഡിയോ എടുക്കാനൊന്നുമുള്ളൊരു സാഹചര്യത്തിലൊന്നും അല്ല. പക്ഷേ വീട്ടിലുള്ള ആൾക്കാരും പിന്നെ എല്ലാവർക്കും ഇങ്ങനെ പറയുക, ഇങ്ങനെ റൂമിൽ തന്നെ നിന്നിട്ട് എന്താ കാര്യം, കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ ഏതായാലും ഒന്ന് ഇറങ്ങി പുറത്തൊക്കെ ഇറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് എന്താ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം നമുക്കിപ്പം എൻ്റെതായിട്ടുള്ള പരിപാടികളും ചിലവുകളും കാര്യങ്ങളൊക്കെ അല്ല, അപ്പോൾ അതൊക്കെ നടന്നു പോകണ്ടേ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെ സംസാരിക്കണമെന്നും എനിക്ക് അറിയില്ല, എന്ത് പറയണമെന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ്, അങ്ങനെയൊക്കെ മെസ്സേജൊക്കെ അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും ഒരിടത്ത് പറയേണ്ടതായിട്ടുണ്ടാവും. കാരണം പോലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാകുമല്ലോ. അപ്പോൾ ഓൾക്ക് ഇത് അറിയാൻ താല്പര്യം ഉണ്ടാവും, ഇത് പറയാനുള്ള കടമ നമുക്കും ഉണ്ടാവും. അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശരിക്കും പറയുകയാണ് ഈ കാര്യം പറയുന്നത്. ഇപ്പോൾ മനസ്സിലായില്ല എന്താണ് ഞാൻ ഈ വിഷയം ഇപ്പോൾ ഈ പയ്യൻ ഈ ചെയ്ത വീഡിയോ കറക്റ്റ് ടൈമാണെന്ന് പറഞ്ഞത്. കാരണം ഇത്ര ദിവസങ്ങളായി കുട്ടി മരണപ്പെട്ടു. ഒരുപാട് പേർക്ക്, ഇവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് കാരണം എന്നറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഒരുപാട് പേരുടെ ഈ കമന്റുകൾ ഞാൻ കാണാനിടയുണ്ടായിരുന്നു ഈ വീഡിയോന്റെ അടിയിൽ. എല്ലാവരും വളരെയേറെ അനുഗ്രഹിക്കുന്നത് കാണാനിടയായി. എല്ലാവരും നല്ല വാക്കുകളാണ് പറയുന്നത് ഞാൻ കേൾക്കാനിടയായത്. കാരണം എന്താ വെച്ചാൽ ഒരു കറക്റ്റ് ടൈമാണ്. എല്ലാവരുടെയും ആവശ്യം എന്താണ് സംഭവിച്ചത്, എന്താണ് ഉണ്ടായത്, എന്താണ് കാരണം, ഇപ്പൊ ഇവരെങ്ങനെയുണ്ട്, ഇവരെ സിറ്റുവേഷൻ എങ്ങനെയാണ്, ഈ പറയുന്ന ഈ കുട്ടി മരണപ്പെട്ട കുട്ടികൾ ഉമ്മ എങ്ങനെ ഇരിക്കുന്നു, വാപ്പ എങ്ങനെ ഇരിക്കുന്നു, ഫാമിലി എങ്ങനെ ഇരിക്കുന്നു, അതൊക്കെ ഒരുപാട് പേരുടെ സംശയങ്ങളും ചോദ്യങ്ങളും ആയിരിക്കുള്ളൂ. അതിന് പറയാൻ പറ്റുന്ന ഒരു സമയം ഇപ്പോഴാണ്. കാരണം കുട്ടി മരിച്ച് ആ വിഷമം മാറും എന്നല്ല പറഞ്ഞത്. എന്നാൽ പോലും അതിനൊരു ടൈമുണ്ട്. ഏതൊരു സങ്കടത്തിനും, ഏതൊരു വിഷമങ്ങൾക്കും, ഏതൊരു ഫീലിങ്സും ആവട്ടെ, സന്തോഷമാവട്ടെ, സങ്കടമാവട്ടെ, വിഷമമാവട്ടെ, വിരഹമാവട്ടെ, ബ്രേക്കപ്പ് ആവട്ടെ, എന്ത് പിണ്ണാക്കാവട്ടെ, ഒക്കത്തിനൊരു ടൈമുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ. ആ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ടൈമിന് കുറച്ചെങ്കിലും ഒരു ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ മറ്റുള്ളവർക്കും കഴിയും. അതേ ഞാൻ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞുള്ളൂ. വൈഫ് ICUലാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ പ്രഗ്നന്റ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ തിയേറ്ററിൽ കയറ്റിയൊക്കെയാണ്. അതിനിടയിൽ ഡോക്ടർ അടക്കം ക്രിട്ടിക്കലാണെന്നൊന്നും പറയാൻ കഴിയില്ല, ഇത്ര ടൈം എടുക്കട്ടെ എന്ന് പറയുന്നു. അതിനിടയിൽ ഈ പയ്യൻ വന്നിട്ട് കാറിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യാണ്. ഇപ്പൊ ഈ വിഷയത്തിൽ പോലും ഈ പയ്യൻ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് ഈ പറയുന്ന പോലെ തന്നെ ഈ ഹോസ്പിറ്റലിന്റെ മുന്നിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം, എന്താണെന്ന് അറിയില്ല. ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ട്, എല്ലാവരും ഓരോ കാര്യങ്ങൾ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. പയ്യൻ അറിഞ്ഞിട്ടും പയ്യനൊന്നും പറയാതിരിക്കുന്നു. അത്രയും വിഷമത്തിൽ, അത്ര സങ്കടത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് ഈ പയ്യൻ ഈ വീഡിയോ പറയുന്നുണ്ട്. എന്നാൽ ഈ പയ്യൻ ആ വീഡിയോ ചെയ്തതാവട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റ്, ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായി. ഇതൊക്കെ പയ്യൻ ഷെയർ ചെയ്യുന്നു ഈ കുട്ടി മരിച്ച് നിസ്സാര മണിക്കൂറുകൾക്കുള്ളിലാണ്. കാരണം അത്രയും ക്രിട്ടിക്കലായിട്ട്, അത്രത്തോളം ഇമോഷണലായിട്ട് ഈ വീഡിയോയിൽ ഈ പയ്യൻ പറയുന്ന ആ സമയത്ത്, ഈ പയ്യൻ ഒരു വീഡിയോ അടക്കം എടുത്തിടുമ്പോൾ ആ ഒരു സമയത്തെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. സത്യത്തിൽ ആ സമയത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, ഇപ്പൊ ഇത്രയും വിഷമത്തിലും ഈ ഒരു സിറ്റുവേഷനിൽ കൂടി പോകുന്ന സമയത്ത് ആ ഭാര്യ ആഗ്രഹിക്കുന്ന ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി കൂടെ ഉണ്ടാവണം എന്നല്ലേ. ഇപ്പൊ ഞാൻ പല വീഡിയോയിലും പല സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ഭാര്യ ഒരു ഭർത്താവിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് ഈ ഭാര്യ പ്രസവിക്കാൻ പോകുന്ന സമയത്താണ്. ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ലേഡി കടന്നു പോകാൻ നേരത്ത് കൺമുന്നിൽ താൻ അവസാനമായിട്ട്, എന്ന് വെച്ചാൽ കടന്നു പോകാൻ നേരത്ത്, തിയേറ്ററിന്റെ ഉള്ളിൽ കയറാൻ നേരത്ത് മുൻപിൽ തന്റെ ഭർത്താവ് ഉണ്ട് എന്നൊരു ധൈര്യത്തിലാണ് ഈ ഭാര്യ അതിൻ്റെ ഉള്ളിൽ കയറി പോകുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ഭർത്താവിനെയും കൂടി ഭാര്യയുടെ കൂടി ആ തിയേറ്ററിലേക്ക് കയറ്റും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മനസ്സിലായ? അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതിനേക്കാൾ ക്രിട്ടിക്കലായിട്ട് ആ കുട്ടി തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നു. ഡോക്ടർമാരടക്കം കൈ ഒഴിഞ്ഞിരിക്കുന്നു. ഈ പയ്യന്റെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം, 100% ഈ പയ്യൻ പറയുന്നത് വെച്ചാൽ കുട്ടിയെ തിരിച്ചു കിട്ടില്ലെന്നാണ്. അത്രത്തോളം സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്താണ് പയ്യൻ ആ വീഡിയോ ചെയ്തത്. അതിനെ ഞാൻ വിമർശിച്ചപ്പോൾ അതിനെ എന്നെ ചോദ്യം ചെയ്തതോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ഞാൻ ആ വീഡിയോ ചെയ്തത് ആ വിഷയം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ എൻ്റെ ചിന്താഗതിയെ കുറിച്ചാണ്. ഒള്ളി എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മാത്രം അഭിപ്രായം. ചിലപ്പോൾ എല്ലാവർക്കും അത് തെറ്റായിട്ട് തോന്നിയുണ്ടാവും. നീ ആരാണ്, നീ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊക്കെ തോന്നിയുണ്ടാവും. പക്ഷെ ഞാനപ്പോൾ ചെയ്ത വീഡിയോ എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്. എനിക്കത് കണ്ടപ്പോൾ, കാരണം കുട്ടി മരണപ്പെട്ടു എന്നത് ഈ പയ്യൻ നിശ്ചയിച്ച് തീരുമാനിച്ച സമയത്താണ് ആ പയ്യൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. കാരണം ആ പയ്യൻ പറയേണ്ട 100% തിരിച്ചു കിട്ടുമെന്ന് എനിക്കറിയാമെന്ന്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ പയ്യൻ്റെ മനസ്സിൽ പോലും ആ കുട്ടി മരണപ്പെട്ടു എന്നൊരു ചിന്താഗതി നിൽക്കുന്ന സമയത്ത് ഈ പയ്യൻ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ എനിക്ക് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇതിൽ ഈ പയ്യൻ പറയുന്നുണ്ട് ഈ സമയത്തെക്കുറിച്ച്.
ഈ പറയുന്ന തിയേറ്ററിന്റെ മുന്നിൽ ആ പയ്യൻ നിൽക്കുന്നു. ഒരുപാട് പേര് സന്തോഷിക്കുന്ന സമയത്ത് അവർ ഈ മധുര പലഹാരങ്ങൾ കൊടുക്കുമ്പോൾ ഈ പയ്യന്റെ മനസ്സിൽ കൂടി പോയ ആ വിഷമത്തെ കുറിച്ച് അത് കേട്ടപ്പോൾ എനിക്കും അതിന് ശരിയാണ് എന്ന് തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ചില സന്തോഷങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ മധുര പലഹാരങ്ങൾ കൊടുക്കുമ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ട് തൻ്റെ ഫാമിലി അല്ലെ തൻ്റെ അത്രയും പ്രധാനപ്പെട്ട ആൾക്കാർ തന്നോട് അത്രയും ബന്ധമുള്ളവരൊക്കെ ക്രിട്ടിക്കലായിട്ട് ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെയോ എന്നൊന്നും അറിയാതെ കിടക്കുന്ന സമയത്ത് നമ്മുടെ സന്തോഷം അവരെ അറിയിക്കുമ്പോൾ ആ സന്തോഷത്തിൽ അവരെ ഉൾക്കൊള്ളിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവരുടെ ഒരു മാനസിക അവസ്ഥ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. അത് ഈ പയ്യൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എനിക്ക് ഈ ഒരു ചിന്താഗതി എനിക്ക് വന്നത്. ശരിയാണല്ലോ ഈ പയ്യൻ പറഞ്ഞത് എന്നുള്ളത്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പറയുകയാണെങ്കിൽ ഞാനില്ലേ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുക. അപ്പോൾ കുറേ ആൾക്കാർ കുറേ കുട്ടികളായിട്ട് ഞാൻ കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മയ്യത്ത് വാങ്ങാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പ്രസവിച്ച കുട്ടിനെ ആയിട്ട് പ്രസവിച്ചിട്ട് മുട്ടായിയൊക്കെ ആയിട്ട് കൊണ്ട് തരിക. അപ്പോൾ നമ്മൾ ശരിക്കും മയ്യത്ത് വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് പോലെടുത്ത് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. നമ്മൾ പോലെടുത്ത് മുട്ടായി വാങ്ങി കഴിക്കുക. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ ഞാൻ ലേബർ റൂമിൻ്റെ മുന്നിൽ ഞാൻ സത്യത്തിൽ എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുന്നത് വരെ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും സന്തോഷത്തിലിരിക്കുന്ന പോലെ അയക്കുന്നതാണ് എൻ്റെ ഒരു അറിവിൽ എന്നല്ല, ചിലപ്പോൾ കൂടുതൽ ആൾക്കാരും അങ്ങനെ മാത്രമേ ചിന്തിക്കുന്നുണ്ടാവും. ശരിക്കും പറയുകയാണെങ്കിൽ ആ ലേബർ റൂമിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഓരോ ആൾക്കാരും ഓരോ പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ കാര്യം തന്നെ ആയാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു മയ്യത്ത് വാങ്ങാനും ബാക്കിയുള്ള ആൾക്കാർ നിൽക്കുന്നത് ഒരു ജനിച്ച സന്തോഷം. രണ്ടും പല രീതിയിലുള്ള ആൾക്കാരാണ് ലേബർ റൂമിൻ്റെ മുന്നിൽ നിൽക്കുക. പ്രസവിച്ചത് കേൾക്കുന്ന സമയത്ത് സന്തോഷമല്ല ഉണ്ടാകുക. അപ്പോൾ എനിക്കാണെങ്കിൽ അവിടെ ആരുടെ പറയാൻ പറ്റില്ല. എല്ലാവരും നമ്മൾ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ഓലൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് ക്ഷമിക്കുക പറ്റുക ചെറിയ പ്രശ്നം. കാരണം ഞാൻ അധികം ഇങ്ങനെ നമ്മൾ ഓരോരുത്തർ വന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനുള്ളൊരു മാനസിക സിറ്റുവേഷൻ അല്ല. കാരണം പറയാൻ പറ്റുന്നില്ല, ആരുടെ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒന്നുമില്ല ചെറിയ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാകുക. ഓരോരുത്തർ വന്ന് ചോദിക്കുക എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. അപ്പോൾ പെയിൻ വന്നാലല്ലേ പ്രസവിക്കാൻ പറ്റും. അപ്പോൾ കുറേ ടൈം ഞാൻ 1.5 ദിവസം 2 ദിവസത്തിൻ്റെ അടുത്ത് ഞാൻ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇത് കാത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും വരുന്ന ആൾക്കാരെ മുന്നിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ആരുടെ ഈ ഒരു സിറ്റുവേഷനാണെന്ന് ആരുടെ പറഞ്ഞില്ല. കാരണം അവർ പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും വന്ന് ആ ഒരു സംഭവം വേണ്ടാന്ന് വെച്ചാൽ ഞാൻ ആരുടെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല. അപ്പം ഒരു പറഞ്ഞ് ഷെമിൻ്റെ കൂടെയുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ ഞാൻ ഓടി ചെന്നപ്പോൾ പറഞ്ഞ് പ്രസവിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നവരോ ഞങ്ങൾക്ക് മാത്രമേ, അതായത് എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രമേ സന്തോഷമില്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് പ്രസവിച്ചെന്ന് പറയുമ്പോൾ എല്ലാവർക്കും കേട്ടില്ല. 2 ദിവസം മുമ്പ് വരെ ആ പയ്യൻ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്, ആ ലേബർ റൂമിൻ്റെ മുന്നിൽ. ആ പയ്യൻ അറിയാം എന്താണ് അവിടെ സിറ്റുവേഷൻ. ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും അതിനെക്കുറിച്ച് പറഞ്ഞില്ല. പക്ഷേ ആ പയ്യൻ ചെന്ന് വീഡിയോ ചെയ്തു. അത് ചിന്തിച്ചാൽ മതി. ആ സിറ്റുവേഷനിൽ ആ പയ്യനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ. അതിനാണ് ഞാൻ ചോദ്യം ചെയ്തത്. അതേപോലെ തന്നെ ഈ പയ്യൻ പറയുന്നുണ്ട് കുട്ടികൾ ജനിച്ചതിൻ്റെ ഒക്കെ സന്തോഷം ഈ പയ്യനായിട്ട് മധുരമൊക്കെ കൊടുക്കുമ്പോൾ ഈ പയ്യൻ്റെ മുഖത്തൊരു സന്തോഷം ഉണ്ടായില്ല. അപ്പോൾ ആൾക്കാർ ചിന്തിക്കും ഒരു കുട്ടി ജനിച്ചതിൻ്റെ ഒരു സന്തോഷം അറിയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഈ പയ്യൻ്റെ ചിന്തയിൽ എന്താണ്, തൻ്റെ കുട്ടി മരണപ്പെട്ട സമയത്താണ് വേറൊരു കുട്ടി ജനിച്ചതിൻ്റെ സന്തോഷം അറിയിക്കുന്നത്. കാരണം അവിടെ സന്തോഷിക്കാൻ ഈ പയ്യനക്ക് കഴിയൂല. കാരണം അവിടെ എന്താണ്, തൻ്റെ കുട്ടി മരണപ്പെട്ടേക്കാണ്, തൻ്റെ കുട്ടിക്ക് ജീവനില്ലാണ്ട് കിടക്കുകയാണ്. ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ സത്യമാണ്, ശരിയാണ്. ഈ സിറ്റുവേഷൻ എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്, അല്ല ഞാനിപ്പോഴാണ് ചിന്തിക്കുന്നത്. എത്ര പേര് അത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആവുമ്പോൾ ഏതൊരു സിറ്റുവേഷൻ ആവട്ടെ, ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളൊക്കെ നമ്മുടെ സന്തോഷങ്ങൾ അറിയിക്കുമ്പോൾ, നമ്മുടെ ആ സന്തോഷം നമ്മൾ അറിയിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ നമ്മൾ ഈ സന്തോഷത്തിൽ ഉൾക്കൊള്ളിക്കാറുണ്ട്, മധുരം കൊടുക്കാറുണ്ട്. നമ്മുടെ സന്തോഷത്തിൽ നമ്മൾ അവരുടെ മുന്നിൽ സന്തോഷിക്കാറുണ്ട്, ആഹ്ലാദിക്കാറുണ്ട്, അട്ടഹസിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഈ സന്തോഷങ്ങൾ കാണുന്നതും നമ്മുടെ ഈ സന്തോഷം നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഇതേ മൈൻഡ് സെറ്റിലുള്ളവരാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ട? ഒന്ന് ഓർത്ത് നോക്കിയേ. ഇപ്പം ഈ പയ്യൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അവിടെ കുട്ടി ജനിച്ച് ആ ജനിച്ചതിൻ്റെ മധുരവും കാര്യങ്ങളൊക്കെ ഈ പയ്യന് കൊണ്ട് കൊടുക്കുമ്പോൾ ഈ പയ്യൻ്റെ മനസ്സിൽ മൊത്തം സങ്കടത്തിൽ നിൽക്കുകയാണ്. കാരണം അവരൊരു കുട്ടി ജനിച്ചതിൻ്റെ സന്തോഷം അവർ ആഘോഷിക്കുമ്പോൾ ഇവരൊരു കുട്ടി മരണപ്പെട്ടതിൻ്റെ വിഷമത്തിൽ നിൽക്കുന്ന ഒരാളുടെ മുന്നിൽ കുട്ടി ജനിച്ചതിൻ്റെ സന്തോഷത്തിന് ഒരു മധുരം കൊണ്ട് കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലെന്തായിരിക്കും? അതേപോലെ തന്നെ വിജയം തോൽവി എടുത്തു കഴിഞ്ഞാൽ
വിജയിച്ചവർ സന്തോഷിക്കുക അട്ടഹസിക്കുന്ന സമയത്ത് തോറ്റവന്റെ മനസ്ഥിതി എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ട? അവന് തോറ്റതിനേക്കാൾ സങ്കടമായിരിക്കും ചിലപ്പോൾ ആ വിജയം നഷ്ടപ്പെട്ട് ആ വിജയത്തിൽ മറ്റൊരാൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ. എനിക്ക് വളരെ ഒരു സത്യം, ഞാൻ ഈ പയ്യൻ്റെ വീഡിയോ കണ്ടപ്പോൾ എന്തൊക്കെയോ ചിന്തിച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ട് എത്ര പേർക്ക് മനസ്സിലായിട്ടൊന്നും അറിയില്ല. മനസ്സിലായവർ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഞാൻ ആ പയ്യനോടോ അല്ലെങ്കിൽ ആ ഫാമിലിയോടോ ഒരു തരത്തിലുള്ള വിഷമമുള്ള ഒരു വ്യക്തിയല്ല. ആ കുട്ടി മരണപ്പെട്ടത് എനിക്ക് വളരെയേറെ വിഷമമുള്ള കാര്യമാണ്. കാരണം ഒരു ജീവൻ ഭൂമിയിലേക്ക് വന്നിട്ട് ആ ജീവൻ ഇല്ലാണ്ടാകുകയാണ് ചെയ്തത്. കാരണം നമ്മുടെ ലോകം പോലും കണ്ടിട്ടില്ല, എന്തിനേറെ ഈ കുട്ടിയുടെ ഉമ്മയോ വാപ്പയോ കണ്ടിട്ടുണ്ടാകുന്ന എനിക്കറിയില്ല. അപ്പം ഒരു ജീവനെ കുറിച്ച് ഓർത്തിട്ട് അല്ലെങ്കിൽ ആ ഈ സന്ദർഭത്തിൽ അവരെങ്ങനെ അതിനെ അഭിമുഖീകരിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഓർത്തിട്ട് നല്ല വിഷമമുണ്ട്. എനിക്കില്ല എന്നൊന്നല്ല, പക്ഷെ ചില വിഷയങ്ങൾ കാണുമ്പോൾ അതിൽ നമ്മുടേതായ അഭിപ്രായം നമുക്കുണ്ട്. അതിൽ വിമർശനമായിരിക്കാം ചിലപ്പോൾ. എന്തോ എനിക്കത് അങ്ങനെയാണ് തോന്നിയത്, ഞാൻ അങ്ങനെ ചെയ്തു. നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോയുമായി കാണാം.